എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളിൽ ഒന്നാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റുകൾ, 2 മൈക്രോ പ്ലാസ്റ്റിക്സ്, 3 പ്രഗ്യത എന്ന ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ്സ് ഡിസ്കസ് സംതിങ് അബൌട്ട് ഹൈക്കോടതി അപ്പോയിന്റ്മെന്റ്സ് ഓൺ ആൻ ഓൺഗോയിങ് പ്രോസസ്. ഇതൊരു നമ്മുടെ ഹിന്ദുവിലെ 23-ാം തീയതിയിലെ, അതായത് ഇന്നലത്തെ ആർട്ടിക്കിൾ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ അല്ലെങ്കിൽ ഈ വർഷത്തിൽ 80ഓളം വരുന്ന ഹൈക്കോടതി ജഡ്ജിമാരുടെ വേക്കൻസികളിൽ 45 മാത്രമാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇപ്പോഴും ഓൺഗോയിങ് പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നീതി നിഷേധമാണ് എന്നൊക്കെയാണ് ആർട്ടിക്കിളുകൾ പറഞ്ഞു വെക്കുന്നത്. എന്താണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ഹൈക്കോടതി ജഡ്ജ് അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ് എന്ന് നോക്കാം. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 217 പ്രകാരം രാഷ്ട്രപതിക്കാണ് ഹൈക്കോടതി ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യാനുള്ള അവകാശം. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 217 മാത്രമല്ല, മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയർ എന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, 3 പ്രധാനപ്പെട്ട കേസുകളായിരുന്നു നമ്മുടെ കോടതികൾ അല്ലെങ്കിൽ ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്. ഫസ്റ്റ് ജഡ്ജസ് കേസസ്, സെക്കൻഡ് ആൻഡ് തേർഡ് ജഡ്ജസ് കേസസ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ തീരുമാനമാക്കിയത്. ഒന്നാമത്തെ രീതികളിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറിജിനലി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വിൽ അപ്പോയിന്റ് ദ ജഡ്ജസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് CJI. എന്നാൽ ഫസ്റ്റ് ജഡ്ജസ് കേസിൽ ഈ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻ എക്സ്ചേഞ്ച് ഓഫ് വ്യൂസ്. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഓഫ് വ്യൂ മാത്രമായിരുന്നു എവിടെ ഒന്നാമത്തെ ജഡ്ജസ് കേസ് പ്രകാരം. ഇതൊരു എക്സ്ചേഞ്ച് ഓഫ് വ്യൂ മാത്രമാണ്. രാഷ്ട്രപതി CJIയുടെ അഭിപ്രായം അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മാർക്കൊണ്ട് രാഷ്ട്രപതിക്കുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ജഡ്ജസ് കേസിൽ ഇതൊരു എക്സ്ചേഞ്ച് ഓഫ് വ്യൂ മാത്രമല്ല, ഒരു കൺകറൻസ് ആവശ്യമാണ്. അതായത് രാഷ്ട്രപതി CJI പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഇൻ തേർഡ് ജഡ്ജസ് കേസിൽ CJI പറയുന്നത് മാത്രമല്ല രാഷ്ട്രപതി അംഗീകരിക്കേണ്ടത്, CJI അധ്യക്ഷനായിട്ടുള്ള കൊളീജിയം പറയുന്ന ഒരു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കൊളീജിയം അഡ്വൈസ് ചെയ്യുന്ന കൊളീജിയത്തിന്റെ അഡ്വൈസുകളാണ് ഇവിടെ രാഷ്ട്രപതി അംഗീകരിക്കേണ്ടി വരിക. അപ്പോൾ കൊളീജിയം എന്ന് പറഞ്ഞാൽ CJI അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്ലസ് 2 അതർ സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഇൻ സുപ്രീം കോർട്ട് അവൈലബിൾ. ഈ 3 ആളുകളുടെ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെയും 2 സീനിയർ മോസ്റ്റ് ജഡ്ജസിന്റെയും അഭിപ്രായമാണ് ജഡ്ജസ് കൊളീജിയത്തിന്റെ അഭിപ്രായം. ആ അഭിപ്രായത്തിനെ ആര് അംഗീകരിക്കണം? രാഷ്ട്രപതി അംഗീകരിക്കണം എന്ന് തേർഡ് ജഡ്ജസ് കേസിൽ വരുന്നത്. അതിന്റെ ഒരു റിപ്ലിക്കയാണ് നമ്മുടെ സംസ്ഥാന അല്ലെങ്കിൽ ഹൈക്കോടതികളിലെ അപ്പോയിന്റ്മെന്റുകളിലും സംഭവിക്കുന്നത്. നമുക്കറിയാം, സുപ്രീം കോർട്ട് കൊളീജിയം ഇസ് ദയർ. അതിന് താഴെ എന്താണ്? ഹൈക്കോർട്ട് കൊളീജിയം എന്ന ഒരു സാധ്യത കൂടിയുണ്ട്. ഹൈക്കോർട്ട് കൊളീജിയത്തിൽ ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസും അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് പ്ലസ് 2 അതർ സീനിയർ ജഡ്ജസ് അവൈലബിൾ ഇൻ ദ ഹൈക്കോർട്ട്. ഇത്രയും ആളുകളാണ് ജഡ്ജസ് കൊളീജിയത്തിൽ എവിടെ ഉണ്ടാവുക? ഹൈക്കോടതിയിൽ ഉണ്ടാവുക. ഈ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോർട്ട് കൊളീജിയം എന്ത് ചെയ്യും? സുപ്രീം കോടതിയിലേക്ക് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് കൊളീജിയത്തിലേക്ക് ഈ ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റിനെ സംബന്ധിച്ചിട്ടുള്ള റെഫറൻസുകൾ അയക്കും. Supreme Court Collegium will advise President of India as per Article 217 to appoint the respective judges for the respective high courts. ഈ ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. എന്നാൽ ഈ ഒരു ഹൈക്കോർട്ട് ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോർട്ട് കൊളീജിയത്തിന്റെ ഒരു അഡ്വൈസുകൾ സ്വീകരിക്കാതിരിക്കാനും സ്വീകരിക്കാനുമുള്ള അധികാരവും അവകാശവും ആർക്കുണ്ട്? സുപ്രീം കോർട്ട് കൊളീജിയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് കൊളീജിയത്തിന് ഹൈക്കോർട്ട് കൊളീജിയത്തിന്റെ അഡ്വൈസുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഗവൺമെന്റിനെ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് തിരസ്കരിക്കുകയോ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? സുപ്രീം കോർട്ട് കൊളീജിയത്തിനുണ്ട്. ഇത്തരത്തിലാണ് ഇന്ത്യയിൽ ഒരു ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് സാധ്യമാവുക ഇൻ ഹൈക്കോടതി. അപ്പൊ എന്തൊക്കെയാണ്? ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് വിത്ത് ദ കൺസൾട്ടേഷൻ ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. The other judges are appointed by the will of President, Governor and Chief Justice of High Court. രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോടതിയുടെയും തീരുമാനപ്രകാരമാണ് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ അപ്പോയിന്റ് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്
രാഷ്ട്രപതിയുടെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും അതുപോലെ സ്റ്റേറ്റിന്റെയും ഗവർണറുടെ തീരുമാനവുമാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യാൻ എടുക്കുന്ന തീരുമാനങ്ങൾ. അതായത് ഒരു കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ രാഷ്ട്രപതി ആരോടാണ് കൺകറൻസി ചോദിക്കേണ്ടത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഷുഡ് ആക്ട് വിത്ത് ദ പ്രസിഡന്റ് CJI ഓഫ് ഇന്ത്യ, CJI പ്ലസ് ഗവർണർ ഓഫ് സ്റ്റേറ്റ്. എന്നാൽ ഒരു ഹൈക്കോടതി അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യാനാണെങ്കിൽ രാഷ്ട്രപതി ആരോട് ചോദിക്കണം? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആരോടൊക്കെ കൺസൾട്ട് ചെയ്യണം? CJI അല്ലെങ്കിൽ CJ ഓഫ് ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ട് പ്ലസ് കേരള ഗവർണർ. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ ആയിട്ട് അല്ലെങ്കിൽ പ്രോസസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ആരെയാണ് രാഷ്ട്രപതിക്ക് ഹൈക്കോടതി ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കാം? There are two requirements for being eligible for a high court judgeship. First, he must be a citizen of India. And for at least 10 years, he should have held a judicial office in the territory of India for 10 years. അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷം ഇന്ത്യൻ ടെറിട്ടറിയിൽ എവിടെയെങ്കിലും അദ്ദേഹം എന്തായിട്ട് വർക്ക് ചെയ്തിരിക്കണം? ഒരു ജുഡീഷ്യൽ ഓഫീസറായിട്ട് അല്ലെങ്കിൽ ഒരു ജഡ്ജായിട്ട് വർക്ക് ചെയ്തിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹൈക്കോടതികളിൽ 10 വർഷത്തെ അഡ്വക്കേറ്റ് ആയി ഉള്ള പ്രവൃത്തി പരിചയം ഉണ്ടാവണം. മിനിമം 10 years ആണ് ഈ ജഡ്ജിഷിപ്പിന് ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അതായത് 2 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പൗരനായിരിക്കണം. 2, ഹി മസ്റ്റ് ബി ഹാവിംഗ് ആൻ എക്സ്പീരിയൻസ് ഓഫ് 10 years as a judge in the territory of India. ഏതെങ്കിലും ഒരു കോടതി അല്ലെങ്കിൽ ഇന്ത്യയുടെ ടെറിട്ടറിയിൽ എവിടെയെങ്കിലും അദ്ദേഹം ഒരു ജുഡീഷ്യൽ ഓഫീസറായി സേവനം അനുഷ്ഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 10 വർഷത്തോളം അദ്ദേഹം എന്തായിരിക്കണം? ഇദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ബിസൈഡ്സ്, jurists from whom the President of India may consider as an eminent are also eligible for appointment of high court judges. ഹൈക്കോടതി ജഡ്ജായിട്ട് രാഷ്ട്രപതിക്ക് തോന്നുകയാണ് ഒരു പർട്ടിക്കുലർ പേഴ്സൺ അദ്ദേഹം ഒരു ലീഗൽ ലുമിനറി ആണ് അല്ലെങ്കിൽ ലീഗൽ എക്സ്പേർട്ട് ആണ് എന്ന് രാഷ്ട്രപതിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹത്തെയും ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? സിറ്റിസൺഷിപ്പ് ഒരു പ്രധാനമാണ്. 2, 10 വർഷമെങ്കിലും എന്തായിരിക്കണം? ഒരു ജുഡീഷ്യൽ ഓഫീസ് ഹോൾഡ് ചെയ്തിരിക്കണം ഇന്ത്യൻ ടെറിട്ടറിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ ഓഫീസ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ട് ഏതെങ്കിലും ഹൈക്കോടതിയിൽ 10 വർഷം സേവനം പൂർത്തീകരിച്ചിരിക്കണം. ഇത് രണ്ടുമല്ല രാഷ്ട്രപതിക്ക് തോന്നുകയാണ് he is an eligible person, he is a knowledgeable person as an or he is an eminent jurist in the views of President of India, then രാഷ്ട്രപതിക്ക് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. റീസെന്റ് നമുക്കറിയാം നമ്മളുടെ ഗംഗയിൽ പലപ്പോഴും എന്താണ് മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അംശം വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്താണ് മൈക്രോ പ്ലാസ്റ്റിക് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിട്ട് ചിന്തിക്കേണ്ടത്. എന്താണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്? അതായത് 5 millimeter, അതായത് 1 micrometer മുതൽ ഒരു 5 millimeter സൈസുള്ള വെള്ളത്തിൽ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുക. മൈക്രോ പ്ലാസ്റ്റിക്സ് ആർ ഡിഫൈൻഡ് ആസ് സിന്തറ്റിക് സോളിഡ് പാർട്ടിക്കിൾ സൈസ് റേഞ്ചിങ് ഫ്രം 1 micrometer to 5 millimeter which are insoluble in water. Microplastic come in very large varieties of size, colors, chemical composition, include fiber, fragment, pellet, flakes, sheets or foam. Anything പത പോലെയോ അല്ലെങ്കിൽ ഏത് രീതിയിലുമാണെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്ന അപകടം എന്താണ് എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാം പലപ്പോഴും ഇത് ജലത്തിൽ വീഴുകയും അല്ലെങ്കിൽ ജലത്തിലേക്ക് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആകുന്നത് കൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ഫുഡ് സൈക്കിളിനെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. എന്താണ് ഫുഡ് സൈക്കിൾ എന്നറിയാം. നമുക്കറിയാം എല്ലാ ആളുകളും എന്താണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ആളുകൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഇത്തരത്തിലുള്ള മീറ്റ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഫിഷ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിൽ മനുഷ്യരിൽ നിന്ന് എന്ത് ചെയ്യാം പല മനുഷ്യരിലേക്കും ഇത് കടന്നു വരികയും
ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമായി മാറുകയും ചെയ്യാറുണ്ട്. ഇതിനെ ഏറ്റവും കൗണ്ടർ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായിട്ട് പറയുന്നത് എന്താണ്, ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു 1 ലെവൽ യൂസേജ് ഉള്ള അല്ലെങ്കിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സിംഗിൾ യൂസ് വളരെ കുറയ്ക്കുക, അതുപോലെ തന്നെ റീസൈക്ലിംഗ് ഓഫ് പ്ലാസ്റ്റിക്സ് കൂട്ടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. പലപ്പോഴും നമുക്കറിയാം ഗോവൻ തീരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഗോവയുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗോവയുടെ തീരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഷിപ്പുകളിൽ നിന്നുള്ള മാലിന്യമാണ് എന്ന് പറയാറുണ്ട്. അത് സോപ്പിന്റെ പതയുണ്ടാവാം, അല്ലെങ്കിൽ സോപ്പിന്റെ ഉപയോഗം ഉണ്ടാവാം, മറ്റ് ഈവൻ നമ്മുടെ ടൂത്ത് പേസ്റ്റ് വരെയും ഇത്തരത്തിൽ ഒരു അപകടകാരിയായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക് കണ്ടന്റുകൾ ഉള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ മോസ്റ്റ് അഫക്ട് ചെയ്യുന്നത് ഫുഡ് സൈക്കിളിലാണ്. ഫുഡ് സൈക്കിൾ എന്നതിന് പലപ്പോഴുമുള്ള അസുഖങ്ങൾക്കും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾക്കും കാരണമായി മാറാറുണ്ട്. The study notes pollution by microplastic all along the stretches of River Ganga. The study attributes to the observation to the poor state of solid and liquid waste management in the surrounding area. പല സ്ഥലങ്ങളിലുമുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുകളുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിലുണ്ടായ പോരായ്മയാണ് ഈ ഒരു സാഹചര്യത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിച്ച അല്ലെങ്കിൽ ഏറ്റവും ഒരു ബൂസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയാൻ സാധിക്കും. Untreated sewage from many cities along the river coast, industrial waste and religious offering wrapped in non-degradable plastics, pile pollutants into river as it flows through several densely populated cities. These plastic products dumped in river break down and are eventually broken down into microplastics. പലപ്പോഴും പല വേസ്റ്റുകളും അല്ലെങ്കിൽ നിരുത്തരവാദപരമായി ഒഴിവാക്കുന്നത് കൊണ്ട് പലപ്പോഴും പല സാഹചര്യത്തിലും ഇത് നദികളിൽ നിന്ന് പല ഓഷ്യൻസിലേക്കും എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടന്റുകൾ പലപ്പോഴും ബ്രേക്ക് ഡൗൺ ആവുകയും 1 മൈക്രോമീറ്റർ തൊട്ട് 5 മില്ലിമീറ്റർ സൈസിലേക്ക് വരെ ഉള്ള ചെറിയ ഫ്രാഗ്മെന്റുകൾ ആവുകയും അത് പലപ്പോഴും ഈ മത്സ്യങ്ങൾ ആഹരിക്കുകയും അതുവഴി മനുഷ്യരിലേക്കും മറ്റു വിഭാഗങ്ങളിലേക്കും കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മൾ കേരള തീരത്തിൽ കണ്ടിട്ടുള്ള ഡ്രാഗൺ നെറ്റിന്റെ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഡ്രാഗൺ നെറ്റ് എന്ന് നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുണ്ടാക്കിയ വലകളുണ്ട്. മീൻ പിടുത്തക്കാർ ഉപയോഗിക്കുന്ന വലിയ വലകളുണ്ട്. ഈ ഡ്രാഗൺ നെറ്റുകൾ പലപ്പോഴും കടലിനടിയിൽ കുടുങ്ങുമ്പോൾ അവരത് പൊട്ടുകയോ ചെയ്യുമ്പോൾ അവർ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളറിയാം ഇത് പലപ്പോഴും ഫുഡ് സൈക്കിളിനെ ബാധിക്കുന്നു എന്നൊക്കെ നമ്മൾ കേരള തീരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് കേരള തീരത്തുള്ള സ്ക്യൂബ ഡൈവേഴ്സ് പലപ്പോഴും ഇതിനെ ടണ്ണ് കണക്കിന് ഈ ഡ്രാഗൺ നെറ്റിന്റെ അവശിഷ്ടങ്ങൾ കടലിൽ നിന്ന് മുങ്ങിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് പലപ്പോഴും ഒരു ഫുഡ് സൈക്കിളിനെയോ അല്ലെങ്കിൽ ഇക്കോളജിയുടെ ബാലൻസിനെ തന്നെയോ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ് ഇതുള്ളത്. ഇതിനകത്ത് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കഴിവതും എന്താണ് റിപ്പീറ്റഡ് യൂട്ടിലൈസേഷൻ ഓഫ് അല്ലെങ്കിൽ റീസൈക്ലിംഗിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഇൻഡസ്ട്രിയൽ സിസ്റ്റം ആണ് ചെയ്യേണ്ടത്. ദി സ്റ്റഡി നോട്ട്സ് ദാറ്റ് the presence of both single use and secondary plastic products with at least 40 different kinds of polymers are microplastic in the studied sample. Microbeads were observed along some stretches of Ganga. Microbeads are manufactured small solid particles and do not degrade or dissolve in water. They are added to a range of products including rinse of cosmetics, personal care and cleaning products. Microbeads are large, relatively cheap ingredient and are used in these products for a variety of purposes. This includes as an abrasive or exfoliant, a bulking agent to prolong shelf life, and for the controlled release of active ingredients as well. ഇത്തരത്തിലുള്ള ഒരു സാധ്യതകൾ നമ്മൾ കാണുകയുണ്ട്. മൈക്രോബീഡ്സിന്റെ ഉപയോഗങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. Microplastics are not captured by most of waste water treatment system. പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിൽ ഈ മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് സൈക്കിൾ അല്ലെങ്കിൽ സീവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2, the river finally transports significantly large quantities of
microplastic downstream into ocean, and as a result, ocean act as a sink to a large amount of such plastic waste. Microplastic persist in the environment for a long time and have a damaging effect on marine life, the environment, and even human health as well. This is due to their composition, ability to absorb toxin, and potential to transfer a marine food chain as well. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഫുഡ് ചെയിനിനെ ഇത് കാര്യമായി ബാധിക്കാറുണ്ട്. ഫുഡ് ചെയിനിനെ കാര്യമായി ബാധിക്കുമ്പോൾ ഇത് പലപ്പോഴും നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായി മാറാറുമുണ്ട്. The plastics are recognized as a major source of marine pollution. They cause plastic particle water pollution. Microplastic poses an environmental hazard for aquatic animals in freshwater and ocean water, as these microplastics absorb toxins. The variety of wildlife, from insect larvae, small fish, amphibians, turtles to birds and larger mammals, mistake microplastic for their food source. The accumulation of microplastic in their cells and tissue leads to chronic biological effect in these marine organisms. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു മൈക്രോപ്ലാസ്റ്റിക്കുകൾ കണ്ട് തെറ്റിദ്ധരിച്ച് ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ അവയുടെ ഭക്ഷണമാണ് എന്ന് കരുതുകയും അത് ആഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും അവരുടെ സെൽസിലും ടിഷ്യൂസിലും ഉണ്ടാക്കുന്ന എഡിറ്റിംഗ് സംഭവിക്കുകയും അത്തരത്തിലുള്ള ഒരു വലിയ ഒരു പ്രോബ്ലത്തിലേക്ക്, ഒരു ഫുഡ് സൈക്കിളിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വലിയ വിസ്ഫോടനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. This injection of plastic introduced the potential of toxicity not only to these animals but to other species higher in the food chain. നമുക്കറിയാം, ചെറിയ മീനുകളെ വലിയ മീനുകൾ ആഹരിക്കും. വലിയ മീനുകളെ പലപ്പോഴും മനുഷ്യർ പിടിക്കുകയും അല്ലെങ്കിൽ ആഹരിക്കുകയും അതിന്റെ വേസ്റ്റുകൾ മറ്റും ജീവജാലങ്ങളും ഒക്കെയും ആഹരിക്കുകയും അല്ലെങ്കിൽ പരസ്പരം ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്ന, പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്, ജീവവംശമാണ് നമ്മുടെ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഇതിൽ അക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫിൽട്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് ദ എൻറ്റയർ ഫുഡ് സൈക്കിൾ ഇൻ ദി എൻറ്റയർ ക്രോപ്പ്. അത്തരത്തിലുള്ള സാധ്യതകൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വിൽ ഹാവ് ടു റീസൈക്കിൾ പ്ലാസ്റ്റിക്സ് ആസ് മച്ച് ആസ് പോസിബിൾ. കഴിവതും വേസ്റ്റ് ആയിട്ടുള്ള സാധ്യതകൾ എന്താണ്, വേസ്റ്റുകൾ കത്തിക്കുകയോ അല്ലെങ്കിൽ അലക്ഷ്യമായി ഉപേക്ഷിക്കുകയോ ചെയ്യാതിരിക്കുക. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീസൈക്ലിംഗ് പ്രോസസ്സിലേക്ക് എത്തിക്കുവാൻ ഗവൺമെന്റും സിവിൽ സൊസൈറ്റിയും ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണം. It is important to control the excessive use of plastic additives and to introduce certain legislation and policies to regulate the source of plastic litter. Bans on single-use plastics. There is no need to set up adequate plastic recycling plant. അതായത് നമുക്കറിയാം, പലപ്പോഴും സപ്ലൈ ചെയിനിൽ പലപ്പോഴും ഉള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറേഴ്സ് ടു കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സ് ടു കൺസ്യൂമേഴ്സ് എന്ന ഒരു സപ്ലൈ സാധ്യത നമ്മൾ കാണാറുണ്ട്. റിവേഴ്സ് സപ്ലൈ ചെയിനും കൂടെ എന്ത് ആപ്ലിക്കബിൾ ആക്കണം എന്നതാണ് മറ്റൊരു സാധ്യത. ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഷുഡ് ബി കളക്റ്റഡ് ബൈ ദി മാനുഫാക്ചറേഴ്സ്. അതായത് ഇപ്പം നമുക്കറിയാം, ഒരു റീറ്റെയിലർ വഴിയാണ് നമ്മൾ, റീറ്റെയിലർ മാനുഫാക്ചറേഴ്സ് ഉണ്ടാവും, ഹോൾസെയിൽ ഡീലേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റീജിയണൽ ഹോൾസെയിൽ ഡീലേഴ്സ് ഉണ്ടാവും, റീറ്റെയിലേഴ്സ് ഉണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ കസ്റ്റമേഴ്സ് വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റുകൾ തിരികെ കൊണ്ടുപോകുവാനുള്ള ഉത്തരവാദിത്വം ആരുണ്ടാവണം? ഈ ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ് വഴി അല്ലെങ്കിൽ നിയമനിർമ്മാണം വഴി നടത്തുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക്കുകൾ ഈസി ആയിട്ട് റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. The stakeholders including industries, governments and civil society organizations need to collaborate to improve plastic waste management. There is a need to promote plastic awareness program through different social and information media to promote the reduction in the usage of plastics. അടുത്തത് നമുക്ക് നോക്കാം, പ്രഗ്യത എന്ന ഒരു ഗൈഡ് ലൈനിനെ കുറിച്ച് നോക്കാം. എന്താണ് പ്രഗ്യത എന്ന ഒരു നോക്കാം. പ്ലാൻ, റിവ്യൂ, അറേഞ്ച്, ഗൈഡ്, യാക്ക്, അസൈൻമെന്റ്, അസൈൻ, ട്രാക്ക് ആൻഡ് അപ്രീഷിയേറ്റ് എന്ന ഒരു ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. പ്രഗ്യത എന്ന സാധ്യതയുടെ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈനിന്റെ. The Ministry of Human Resource Development released Pragyata guidelines on digital education, which is an aim to improve online education and ensure safety and academic welfare of students. നമുക്കിവിടെ ഒരു പ്രിലിംസിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. ഈ പ്രഗ്യത ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തതാണ് മിനിസ്ട്രി ഓഫ്
HRD ആണ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് ഇത് റിലീസ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ട്? ഡിജിറ്റൽ എഡ്യൂക്കേഷനെ എല്ലാ വേണ്ടുന്ന ഒരു ഗൈഡ് ലൈൻ ആണ് പ്രഗ്യത എന്ന ഗൈഡ് ലൈൻസ്. എന്താണ് പ്രഗ്യത ഗൈഡ് ലൈൻസ്? നമുക്കറിയാം COVID-19 ഹിറ്റിന് ശേഷം അല്ലെങ്കിൽ അതിന് സാധ്യതയ്ക്ക് ശേഷം ഏകദേശം 240 മില്യൺ ചിൽഡ്രൻ have to face negative impact on pandemic in terms of education. Why? Because the schools have been locked down since 2020 March onwards. അത്തരത്തിൽ ലോക്ക്ഡൌൺ ആവുകയും സ്കൂളുകൾക്ക് വിദ്യാഭ്യാസം തടഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസം ഓൺലൈനിലേക്ക് അല്ലെങ്കിൽ ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് മാറ്റുകയുണ്ടായി. എന്നാൽ ഈ തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും അതിനെ കൗണ്ടർ ചെയ്യാനും അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പ്രാഗ്യത ഗൈഡ് ലൈൻസ് ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നത്. ഇപ്പൊ എന്താണ് പ്രാഗ്യത? It is to overcome the losses faced by schools or the children. The government of India had initiated Digital India campaign for conducive environment for moving towards digital education. വിദ്യാഭ്യാസം ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ മോഡൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നടത്തുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യത അല്ലെങ്കിൽ ഇടയുണ്ടായിരുന്ന വിദ്യാഭ്യാസ നഷ്ടം അല്ലെങ്കിൽ സ്കൂൾ ദിനങ്ങൾ ഒരു റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടത്തുന്നത്. എന്നാൽ അവ കാരണം നേരിടാൻ സാധ്യതയുള്ള ചില പ്രോബ്ലംസിനെയും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഡ്രൈനസ് ഇൻ ദ ഐസ്, അതുപോലെ തന്നെ എന്താണ് കുട്ടികൾക്ക് സോഷ്യൽ ഐസൊലേഷൻ നേരിടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ് സ്ക്രീൻ അഡിക്ഷൻ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ക്രീൻ അഡിക്ഷൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം അടുത്ത തലത്തിലേക്ക് കുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രോബ്ലംസ്, അതായത് ഒബിസിറ്റി പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിലൊരു ഹെൽത്തി ആയിട്ടുള്ള അൺഹെൽത്തി പ്രാക്ടീസ് ആകാതെ ഒരു ഹെൽത്തി പ്രാക്ടീസ് എങ്ങനെ കൊണ്ടുവരാം എന്നതിന്റെ ഉത്തരമാണ് പ്രഗ്യത ഗൈഡ് ലൈൻസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. The guidelines will be relevant and useful for diverse set of stakeholders including school head, teachers, parents, teacher educators and students. The guidelines stress upon the use of alternative academic calendar of NCERT for both learners having access to digital devices and learners having limited or no access. Duration of classes as per Pragyada guideline are as follows. Pre-primary students ആണെങ്കിൽ കുട്ടികളാണെങ്കിൽ 30 മിനിറ്റിൽ കൂടുതൽ ഒരു ദിവസം ക്ലാസ് ഉണ്ടാകാൻ പാടില്ല. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണെങ്കിൽ നോട്ട് മോർ ദാൻ 2 ഓൺലൈൻ സെഷൻസ് പെർ ഡേ. 30 മുതൽ 45 മിനിറ്റ് വരെയുള്ള ഒരു സെഷനെ ഉണ്ടാകാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള സെഷൻ ആണെങ്കിൽ പോലും അതിൽ 2 ക്ലാസ്സുകൾ ഒരു ദിവസം ഉണ്ടാകാനും പാടില്ല. ദാറ്റ് മീൻസ് മാക്സിമം 90 മിനിറ്റിന്റെ ക്ലാസ്സുകൾ മാത്രമായിരിക്കും 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം 4 സെഷൻസ് ആണ് ഒരു ദിവസം കൊടുക്കാൻ സാധിക്കുക. അതായത് 30 മിനിറ്റിന്റെ 45 മിനിറ്റ് വരെയുള്ള അപ് ടു 45 മിനിറ്റ്സ് വരെയുള്ള ഒരു സെഷൻ, അത്തരത്തിലുള്ള 4 സെഷൻസ് മാത്രമാണ് കൊടുക്കാൻ അനുവാദമുള്ളൂ. അതായത് തീരുമാനം എടുക്കാനുള്ള അവകാശം ആർക്കാണ്? സംസ്ഥാനങ്ങൾക്കോ യൂണിയൻ ടെറിട്ടറീസിനോ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ക്ലാസിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു ദിവസം 2 ഓൺലൈൻ സെഷൻസ് മാത്രമേ പാടുള്ളൂ. അതിനൊപ്പം തന്നെ എത്ര സമയമാണ്? മാക്സിമം 45 മിനിറ്റിന്റെ 2 സെഷൻസ് ആണ് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അനുവദനീയമായിട്ടുള്ളത്. അത് തീരുമാനമെടുക്കാനുള്ള അവകാശം ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന് തന്നെയാണ്. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ മാക്സിമം 4 സെഷൻസ് ആണ് നമുക്ക് അനുവദനീയമായിട്ടുള്ളത്. അതായത് 30 മുതൽ 45 മിനിറ്റ് വരെയുള്ള സെഷനുകളുടെ 4 സെഷനുകളാണ് മാക്സിമം അനുവദനീയമായിട്ടുള്ളത്. അതിന് തീരുമാനം എടുക്കാനുള്ളതും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രഗ്യത സ്റ്റെപ്സ് ഫോർ ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ: പ്ലാൻ, റിവ്യൂ, അറേഞ്ച്, ഗൈഡ്, യാക്ക് ഓർ ടോക്ക്, അസൈൻ, ട്രാക്ക് ആൻഡ് അപ്രീഷിയേറ്റ്. ഇതാണ് പ്രഗ്യത എന്ന ഒരു ഇതിന്റെ അബ്രീവിയേഷൻ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. The Pragyada guideline includes 8 steps of digital learning. These steps guide the planning and implementation of digital education step by step as discussed below. On the plan, it's for a better face-to-face teaching experience. Planning is extremely important. The planning must be done considering few common factors as well. On the plan, the number of students should be considered.
കുട്ടികളുടെ പ്രായം, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അതുപോലെ കുട്ടികളുടെ ലേണിംഗ് സ്റ്റൈലുകൾ മനസ്സിലാക്കണം, സബ്ജക്റ്റിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, accessibility of digital device with children, teachers, schools and all other resources, duration of classes should be considered, type of assignment and assessments to be considered. ഇത്തരത്തിലുള്ള ഒരു സാധ്യതയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ് അല്ലെങ്കിൽ കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ എണ്ണം നോക്കണം, കുട്ടികളുടെ പഠനത്തിന് നിലവാരം പരിശോധിക്കണം, അതുപോലെ കുട്ടികളുടെ പഠന രീതികൾ മനസ്സിലാക്കണം, അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ്, അതുപോലെ കുട്ടികളുടെ ഡേറ്റ അവൈലബിലിറ്റി, അതുപോലെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസുകൾ, ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളും എവിടെ കണക്കാക്കണം, പ്ലാനിങ്ങിന്റെ ഒന്നാമത്തെ പ്രൊസീജിയർ ആയിട്ട് കണക്കാക്കിയിരിക്കണം. 2, review the identification and availability of tools and resources required for conducting online classes. This also includes reviewing the plan in terms of duration of each class, cyber security, methods of assessment. ചില എന്താണ് ടൂളുകൾ അല്ലെങ്കിൽ റിസോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ക്ലാസ്സുകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഓഗ്മെന്റ് റിയാലിറ്റി വഴി ക്ലാസ്സുകളൊക്കെ ചില സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകൾ, കേരളത്തിലെ കോഴിക്കോടുള്ള പല സ്കൂളുകളും ഓഗ്മെന്റ് റിയാലിറ്റി വഴി ക്ലാസ്സുകൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ അവരുടെ ഡേറ്റ അവൈലബിലിറ്റിയെ കുറിച്ചും അവരുടെ കയ്യിലുള്ള ഡിവൈസുകളുടെ സോഫിസ്റ്റിക്കേഷനെ കുറിച്ചും ബോധവാന്മാരായിരിക്കണം. 3, arrange collecting all resources and arrangement and organization of daily weekly classes. Guide keeping everyone involved well informed is very important. അതായത് ചില കുട്ടികൾ ഉണ്ടാവാറുണ്ട്, ഒരു ഡിജിറ്റൽ ഡിവൈഡുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ സ്കൂൾ എഡ്യൂക്കേറ്റർ തലത്തിൽ നിന്ന് നടത്തണം. അതായത് ചിലപ്പോൾ എന്താണ്, ചില ആളുകൾക്ക് ലൈവ് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ്, അവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു റെക്കോർഡഡ് സെഷൻസ് കൊടുക്കുവാനുമുള്ള ബാധ്യത ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ടീച്ചേഴ്സിന് അത്തരത്തിൽ ട്രെയിനിങ് കൊടുക്കുകയോ ചെയ്യേണ്ടി വരും. അടുത്ത, ടോക്ക് ഡ്യൂറിംഗ് ഗൈഡൻസ്. ടീച്ചേഴ്സ് മസ്റ്റ് ടോക്ക് ഓർ ഡിസ്കസ് തിങ്സ് ക്ലിയർലി വിത്ത് പേരൻസ് ആൻഡ് ദെയർ വാർഡ്സ്. കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള സ്കൂൾ ടീച്ചേഴ്സ് അവരുടെ പേരൻസിനോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു നടപടികൾ ചെയ്യണം. 3, അടുത്തത് assigning group activities or individual assignments depending upon the technological tools available. 3, at last, track to ensure that students do not lose interest in studying virtually. Teachers must track their development and assignments through suitable means. അതായത് നമുക്ക് പലപ്പോഴും ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഡെലിവറി മാത്രമായിരിക്കരുത് ക്ലാസ് അല്ലെങ്കിൽ അധ്യാപനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുട്ടികളുമായിട്ട് നടന്നിരിക്കണം, പേരൻസുമായിട്ട് നടന്നിരിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട അസൈൻമെന്റുകൾ കൃത്യമായിട്ട് കൊടുക്കണം, സ്കൂൾ അല്ലെങ്കിൽ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് പോലെ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഓൺലൈൻ എഡ്യൂക്കേഷനും ഒരു വിർച്വൽ സ്കൂളിംഗ് മെത്തേഡിലേക്ക് മാറ്റാനുള്ള ഒരു നടപടി ചെയ്തിരിക്കണം. അപ്രീഷിയേറ്റ് മോട്ടിവേറ്റിംഗ് ചിൽഡ്രൻ ഫോർ ദെയർ പെർഫോമൻസ് as we do in the ഓഫ്ലൈൻ ക്ലാസ്സസ്. നമ്മൾ സ്കൂളുകളിൽ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, കഴിവതും കുട്ടികളെ ഇത്തരത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ പ്രോഗ്രാമുകളും നടപ്പിലാക്കണം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രഗ്യത ഗൈഡ് ലൈൻ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ refer to the set of guidelines issued for what? Option A, protection of women at workplace. 2, provision of shelter, rehabilitation and care for children orphaned due to COVID-19. Promotion of traditional indigenous practice in agriculture. Option D, planning and implementation of digital education. Option D ആണ് correct ആയിട്ടുള്ള ആൻസർ. Planning and implementation of digital education. Which of the following statement is or are incorrect? The 97th Constitutional Amendment Act dealt with issues related to the effective management of cooperative societies in the country. The Parliament alone can enact law with regard to cooperative societies, including multi-state cooperative societies. Statement 3, the subject cooperative society falls within concurrent list. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 97th Constitutional Amendment Act dealt with issues related to the effective management of cooperative society in the country. Statement ശരിയാണ്. Only the states can enact law with regard to cooperative societies. The subject of cooperative societies is enumerated in the entry 32 of state list of 7th schedule of the Constitution. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളതെന്നുള്ളതാണ്. പാർലമെന്റിന് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റിന് മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക. ഓപ്ഷൻ 3, സ്റ്റേറ്റ്മെന്റ് 3, the subject cooperative society falls in concurrent list. അതും തെറ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഇത് വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ
സെവൻത് ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി നമ്പർ 32-ലാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 2-ഉം 3-യുമാണ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് പറയേണ്ടത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളും പോയിന്റുകളുമായിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രജ്ഞത ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അത് പ്രിലിമിനറിക്ക് വേണ്ടിയും ബാക്കി മൈക്രോ പ്ലാസ്റ്റിക്കുകളെ കുറിച്ചുള്ള ഇഷ്യൂ ഒരു സോഷ്യൽ ഇഷ്യൂവും അല്ലെങ്കിൽ എക്കോളജിയുടെ ബേസിക്കലി ചിന്തിക്കുക. മറ്റേ ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്, അതായത് ഹൈക്കോടതി ജഡ്ജിമാരെ നമ്മൾ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും എന്താണ് ഒരു ഇന്ത്യൻ പോളിറ്റി ഗവേണൻസിൽ വരുന്ന ടോപ്പിക്കുകളാണ്. സോ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നോട്ടുകൾ ഉണ്ടാക്കുകയും കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ശ്രദ്ധിക്കുക. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.